ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല തീർത്ഥാടനത്തിന് സമഗ്രമാറ്റം വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികൾ ആരംഭിച്ചു. 2026-27 മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ആദ്യ മുന്നൊരുക്ക യോഗവും കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ വിലയിരുത്തലും കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഫെസ്റ്റിവൽ കൺട്രോൾ ഓഫീസ് ഏപ്രിൽ മാസത്തിൽ തന്നെ പമ്പയിൽ പ്രവർത്തനം ആരംഭിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പൊതുബജറ്റിന് പുറമെ ശബരിമല ഫെസ്റ്റിവലിന് മാത്രമായി പ്രത്യേകം ബജറ്റും തയ്യാറാക്കും. ശബരിമല ഫെസ്റ്റിവൽ അക്കൌണ്ടുകൾ ചാർട്ടേഡ് അക്കൌണ്ടിന്റെ നേതൃത്വത്തിൽ തത്സമയം ഓഡിറ്റ് ചെയ്യാനും തീരുമാനിച്ചു. അടുത്ത തീർത്ഥാടന കാലത്തേക്കുള്ള പുതിയ സമീപന രേഖ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷ, ശുചിത്വം, സേവനങ്ങൾ, ആകർഷകമായ അന്തരീക്ഷം, ആശയവിനിമയവും പബ്ലിക് റിലേഷൻസും എന്നിങ്ങനെ 5 ശീർഷകങ്ങളിലായി വിശദമായ സമീപന രേഖയാണ് അവതരിപ്പിച്ചത്. ഭക്തർക്കുള്ള സേവനത്തിന് പരമപ്രാധാന്യം നൽകിയുള്ള സമീപന രേഖയിൽ ശുചീകരണത്തിനും ശുചിത്വത്തിനും പ്രൊഫഷണൽ നിലവാരം ഉറപ്പുവരുത്തുന്നുണ്ട്. ശബരിമല ഡ്യൂട്ടിക്കെത്തുന്ന എല്ലാ ദേവസ്വം ജീവനക്കാർക്കും ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി പ്രൊഫഷണൽ സമീപനം ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക പരിശീലനം നൽകും. ക്രൗഡ് മാനേജ്മെന്റ്, ഭക്തജനങ്ങളുടെ സുരക്ഷ എന്നിവയ്ക്കായി കൂടുതൽ സാങ്കേതിക വിദ്യയുടെ സഹായം ഉറപ്പാക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിക്കുന്നതിന് 1 മാസം മുൻപെങ്കിലും മരാമത്ത് പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് പുതിയ സമീപന രേഖ. സ്കൂൾ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അക്ഷരം ആരോഗ്യം സമഗ്ര സ്കൂൾ ആരോഗ്യ പരിപാടിക്ക് പത്തനംതിട്ട ജില്ലയിൽ തുടക്കമായി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഗുണഭോക്താക്കളാക്കുന്ന പരിപാടിയാണിത്. ആരോഗ്യ അവബോധവും മികച്ച ആരോഗ്യശീലവും കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അക്ഷരം ആരോഗ്യം വഴി പരിശോധന നടത്തിയ കുട്ടികൾക്ക് ഹെൽത്ത് കാർഡും നൽകും. ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡായി മാറ്റുകയും സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കി സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സൂക്ഷിക്കുകയും ചെയ്യും. പ്രസിദ്ധമായ 131ാമത് മാരാമൺ കൺവെൻഷന് നാളെ തുടക്കമാകും. മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ മിഷണറി വിഭാഗമായ മർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മാരാമൺ കൺവെൻഷൻ പമ്പ മാരാമൺ മണൽപ്പുറത്ത് ഈ മാസം 15 വരെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 മലങ്കര മാർത്തോമാ സുറിയാനി സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമാ മെത്രാപ്പൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. 114ാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 15 മുതൽ 22 വരെ പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിലും നടക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങൾ, കട്ടിളപ്പാളികൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ വലിയ തോതിലുള്ള കുറവുണ്ടായതായി VSSC ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 4147 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതിൽ 474 ഗ്രാം മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചതെന്നും സ്വർണം സംരക്ഷിക്കേണ്ട ആൾ ക്ഷേത്രം കൊള്ളയടിച്ചതായും കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, D സുധീഷ് കുമാർ, S ശ്രീകുമാർ, 2 കേസുകളിലെയും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അന്വേഷണത്തിന്റെ വീഴ്ചയായി കാണേണ്ടതില്ലെന്നും ആരും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി കേസ് ഈ മാസം 9 വീണ്ടും പരിഗണിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.